ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ 28 ഒക്ടോബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ചാർട്ട് അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ് അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻറ്റ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് എന്ന സെക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതല്ല. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 28 ഒക്ടോബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 27 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി 11,850 മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേഷൻ വിത്ത് അപ്പർ മൊമെൻറ്റത്തിലേക്കാണ് പ്രോബബിലിറ്റി കൂടുതൽ. അതായത് നിഫ്റ്റി ഇവിടെ നിന്നും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വഴി 12,000 ലെവൽ വരെ വീണ്ടും പോകാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ നിഫ്റ്റി 11,900, 950 റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും നിഫ്റ്റി 12,000 എന്ന റേഞ്ചിലേക്ക് വീണ്ടും ഒരു അഡ്വാൻസ് ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് 11,700 എന്ന സപ്പോർട്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു ബിയറിഷ് മൊമെൻറ്റം വരികയും നിഫ്റ്റി 11,400 എന്ന ലെവലിലേക്ക് വരെ പോകാനുള്ള ഒരു പ്രോബബിലിറ്റിയും കൂടി ഈ ചാർട്ട് അനാലിസിസിൽ നിന്ന് മനസ്സിലാകാനുണ്ട്. ഇനി ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 11,807 ലെവലിലാണ്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 11,890യും ഇൻട്രാഡേ ലോ 11,723യും ടച്ച് ചെയ്തതിനു ശേഷം നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ 11,889-ലെത്തി. അതായത് 11,850 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. അത് നിഫ്റ്റിക്ക് 12,000 എന്ന ലെവലിലേക്ക് വീണ്ടും പോകാനുള്ള കരുത്ത് നൽകുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾക്ക് കണക്കാക്കാവുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് 11,850 ലെവലിലാണ്. അതിനുശേഷം രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 11,790 ലെവലിലായിരിക്കും രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. മൂന്നാമത്തെ സപ്പോർട്ട് നമ്മൾക്ക് 11,720 ലെവലിൽ പ്രതീക്ഷിക്കാം. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ പ്രധാനമായും രണ്ട് റെസിസ്റ്റൻസുകളാണ് നാളെ ഞാൻ കാണുന്നത്. ഒന്നാമത്തെ റെസിസ്റ്റൻസ് 11,910 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 11,980 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഇതാണ് നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവൽസും ടാർഗറ്റും. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. 12,000 ലെവലിൽ അറൗണ്ട് 45 lakhs കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,500 ലെവലിലാണ്. 12,500 ലെവലിൽ അറൗണ്ട് 43 lakhs കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 12,150 ലെവലിലാണ്. അറൗണ്ട് 19 lakh കോൺട്രാക്റ്റുകളാണ് 12,150 ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 11,800 മുതൽ 12,000 വരെയുള്ള റേഞ്ചിലുള്ള കോൺട്രാക്റ്റുകളുടെ എക്സിറ്റാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ അപ്പർ സൈഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 12,000 ലെവലാണ്. അതിനുശേഷം വരുന്നൊരു പ്രൊമിനൻറ്റ് റെസിസ്റ്റൻസ് 12,150യും സബ്സിക്വൻ്റ് ആയിട്ട് 12,500ഉമാണ് ടോപ്പ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 11,000 ലെവലിലാണ്. ഇന്നത്തെ ദിവസം അറൗണ്ട് 11,700 റേഞ്ചിൽ 10 lakhsോളം കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. അതായത് 11,700 ഒരു പ്രൊമിനൻറ്റ് സപ്പോർട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾക്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് 11,000 മാറുന്നുണ്ട്. 28 ഒക്ടോബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം.
ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയേക്കാൾ വളരെ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുകൂടി മനസ്സിലാക്കാം. അതായത് പ്രധാനപ്പെട്ട മേജർ ബാങ്ക് ഇൻഡിസസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ നന്നായാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പെർഫോം ചെയ്തത്. അതിൻ്റെ പിന്നിലെ പല റീസൺസുകളുണ്ട്. ഒന്നാമത്തേത് മൊറട്ടോറിയം റിലേറ്റഡ്, ദാറ്റ് ഈസ് ദ വേവിയർ ഓഫ് മൊറട്ടോറിയം കേസ് റിലേറ്റഡ് ആയിട്ടുള്ള വിധി വന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതോടുകൂടി കമ്പനികളുടെ Q2 റിസൾട്ടിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,288 ലെവലിലായിരുന്നു. ഇൻട്രാഡേ ഹൈ 24,809ലും ഇൻട്രാഡേ ലോ 23,924 ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ 24,769 ആണ് ക്ലോസ് ആയത്. അതായത് 24,500 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 24,500 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് 24,650 ലെവലാണ്. അതിനുശേഷം രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് 24,500 ലെവലിലായിരിക്കും. മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് നമ്മൾക്ക് 24,250 ലെവലിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി റെസിസ്റ്റൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ് 24,850 ലെവലിലായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 25,100 ലെവലിലായിരിക്കും രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരിക. മൂന്നാമത്തെ റെസിസ്റ്റൻസ് വരിക 25,250 റേഞ്ചിലായിരിക്കും മൂന്നാമത്തെ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വരുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 25,000 ലെവലിലാണ്. 25,000 ലെവലിൽ അറൗണ്ട് 13 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 26,000 ലെവലിലാണ്. കൂടാതെ 25,000 ലെവലിൽ അറൗണ്ട് 2 lakh കോൺട്രാക്റ്റുകളുടെ എക്സിറ്റ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 1,57,000 കോൺട്രാക്റ്റുകൾ 25,100 റേഞ്ചിലാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നമ്മൾ 29 ഒക്ടോബർ 2020 എടുത്തിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 23,000 ലെവലിലാണ്. അറൗണ്ട് 14 lakh കോൺട്രാക്റ്റുകളാണ് 23,000 ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 24,000 ലെവലിലാണ്. അറൗണ്ട് 11 lakh കോൺട്രാക്റ്റുകളാണ് 24,000 ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. ഇനി 24,000 ലെവലിൽ അറൗണ്ട് 6 lakh പുതിയ കോൺട്രാക്റ്റുകളാണ് ആഡ് ഓൺ ആയിരിക്കുന്നത്. അതായത് 24,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് 24,000, അതിനുശേഷം 23,000 സെക്കൻഡ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ് 25,000, സബ്സിക്വൻ്റ്ലി വരുന്ന രണ്ടാമത്തെ റെസിസ്റ്റൻസ് 26,000. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 27 ഒക്ടോബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 11,020 കോടി രൂപയുടെ ബൈയിങ്ങും 7,506 കോടി രൂപയുടെ സെല്ലിങ്ങും ആണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 3,514 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4,310 കോടി രൂപയുടെ ബൈയിങ്ങും 5,880 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് 1,570 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നെറ്റ് ബൈയിങ് ആണ് നടന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം.